നമ്മളാരെ സ്നേഹിച്ചാലും ഭർത്താവിനെ സ്നേഹിച്ചാല് കാമുകനെ ഇഷ്ടപ്പെട്ടാല് ജീവന തുല്യം നമ്മളെ വളർത്തുന്ന നമ്മുടെ പൊന്നാര മക്കളെ സ്നേഹിച്ചാല് അതെല്ലാം 6 അടി മണ്ണിന്റെ മുമ്പിൽ എത്തുമ്പോ മടങ്ങിപ്പോകുന്നതാ. പക്ഷേ 6 അടി മണ്ണിനടിയിലേക്ക് ഇറങ്ങി വരുന്ന ഒന്ന് മാത്രമാണ് ആകാശത്തിന്റെ ചുവട്ടിലുള്ളത്. ഏതെന്നറിയോ? മഹാനായ ഹാത്തബ് തങ്ങൾ പറയുകയാണ്, ഫജഅൽതുൽ ഹസനാതി മഹബൂബി. അങ്ങനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി ആരെയെന്നറിയോ? എന്റെ ഖബറിൽ എന്നെ അടക്കം ചെയ്തതിന് ശേഷവും എന്റെ ഖബറിൽ അനുസ്യൂത പ്രവാഹമായി എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന് വേണ്ടിയുള്ള സുഹൃതങ്ങളെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങി. ഫജഅൽതുൽ ഹസനാതി മഹബൂബി. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന നന്മകളെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. അതെന്റെ ഖബർ വരെ എത്തിയിട്ട് പിന്മാറി പോകൂല. അതെന്റെ ഖബറിലകത്തേക്ക് ഇറങ്ങി ഒരു പുനരുദ്ധാരണ ദിവസം വരെ എന്റെ ഖബറിൽ ആനന്ദമായി, സന്തോഷമായി, അനുഗ്രഹമായി, തണലായി, കൂട്ടായി എന്റെ കൂടെ ഉണ്ടാകും. ആ ഒരു സൽക്കർമ്മത്തെ ഞാൻ ഏറ്റവും നല്ല പ്രേമഭാജനമായി കണ്ടെത്തിയെന്ന് പറഞ്ഞെങ്കിൽ എന്റെ സഹോദര, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ. ജീവന തുല്യ സ്നേഹിച്ചിരുന്നവരാണ് ആ പാണക്കാട് തങ്ങളെ ഒരുപാട് പ്രണയിച്ചിരുന്നവരല്ലേ? ചോദിക്കട്ടെ, എവിടെ? പാണക്കാട് മുസ്ലിം മഹല്ലത്തിന്റെ ഖബർസ്ഥാനില് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചാരത്ത്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ ചാരത്ത്, ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെ പ്രിയപ്പെട്ട പിതാവ് ആ മഹാനായ സയ്യിദിന്റെ അടുത്ത് ആ ഹൈദർ അലി ശിഹാബ് തങ്ങളെ മറമാടിയപ്പോ ആരാണ് മീസാൻ കല്ലിൽ കെട്ടിപ്പിടിച്ച്, ഇല്ല ഞാൻ ഇനി ഇവിടെ നിന്ന് വരുന്നില്ല, എന്റെ സയ്യിദിനോടൊപ്പം ഖബറിൽ ഞാനും പോകുന്നു എന്ന് പറഞ്ഞ ഏത് അനുയായിയാ നമുക്ക് കാണാൻ കഴിയുക? ഏത് വിശ്വാസിയാണ് നമുക്ക് കാണാൻ കഴിയുക? പൊന്നുമക്കള് മരണപ്പെട്ട് ഖബറിലേക്ക് കൊണ്ടുവച്ചവരെന്റെ മുന്നിലുണ്ടാവൂലേ? വാപ്പ മരണപ്പെട്ട് ഖബറിലേക്ക് കൊണ്ടുവച്ചവരെന്റെ മുന്നിലുണ്ടാവൂലേ? ഉമ്മ മരണപ്പെട്ടിട്ടാ ഉമ്മയെ ഖബറിലേക്ക് കൊണ്ടുവച്ചവരെന്റെ മുമ്പിലുണ്ടാവൂലേ? പ്രിയതമ തന്റെ രാത്രിയെ ധന്യമാക്കി മാറ്റിയ, തന്റെ മാരടത്തിന്റെ സുഗന്ധമേറ്റുവാങ്ങിയ തന്റെ പ്രിയതമയുണ്ടല്ലോ, തന്റെ ജീവിതത്തിന്റെ പാടി, തന്റെ ദീനിന്റെ പാടി, തന്റെ സ്നേഹത്തിന്റെ പകുട്ടെടുത്ത തന്റെ പ്രിയപ്പെട്ടവൾ, ആ ഭാര്യ മരണപ്പെട്ടു പോയ ആ ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, അതല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ചിന്തിച്ചു നോക്ക്, എവിടെയാണ് മുസ്ലിമേ? ഒരിക്കലും നമ്മൾ അങ്ങനെ ഖബറിനകത്ത് കൂടെ പോകൂല. സമ്പാദ്യം പോകുമോ? കോടാനകോടി സ്വത്തുള്ള ആളുകളുടെ സ്വത്ത് മുഴുവനും മക്കൾ വീതിച്ചെടുക്കുകയാ, അനന്തരാവകാശികൾ വീതിച്ചു കൊണ്ടുപോകുന്നു. ആ മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാ, 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടല്ലേ ഇവിടുത്തെ കോടീശ്വരനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ചുമട്ട് തൊഴിലാളിയായ, ഹെഡ്ലോഡ് തൊഴിലാളിയായ, അല്ലെങ്കിൽ കൂലിവേലക്കാരനായ, പറമ്പിൽ ചെന്നിട്ട് പണിയെടുക്കുന്ന, പിൻകാസെടുത്ത് മൺവട്ടിയെടുത്ത് മൺകോരിയെടുത്ത് പണിയെടുക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവന് മരണപ്പെട്ടു പോകുമ്പോ അവനെ എന്തിനാ അടക്കുന്നത്? 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ടല്ലേ അവരെ അടക്കുക. അതുപോലെയല്ലേ ഇവിടുത്തെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കുലപതി, കോടീശ്വരനായ കുലപതി, വലിയ രമ്യകർമ്മത്തിൽ വിരാജിച്ച മുതലാളി ഈ നന്ദാവരയിൽ മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യനെയും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 3 വെള്ളത്തുണിയാ. അത് പട്ടിൽ പൊതിയൂല, അത് ചമ്മനക്കട്ടിൽ കിടത്തൂല, അത് സ്വർണം കൊണ്ട് പൂശുന്ന ഏതെങ്കിലും കട്ടിലല്ല കിടത്തുന്നത്. പാവപ്പെട്ടവൻ അടക്കിയതുപോലെ തന്നെയാ പണക്കാരനെയും കൊണ്ടുപോവുക. അപ്പൊ സമ്പാദ്യവും പ്രിയപ്പെട്ടവരെ ഖബറിനകത്തേക്ക് വരൂല, അതല്ല ഖബറിന്റെ പുറത്തു വരെ കാണുകയുള്ളൂ. ഖബറിനകത്ത് വരുന്നതേതാ? അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ. ശഅബാൻ മാസത്തിലാണ് സലാത്ത് കുറയ്ക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ലോകത്തിന്റെ നായകന്റെ പേരിൽ സലാത്ത് ചൊല്ലണേ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ശഅബാനിലാ. ആ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് സ്വലാത്ത് നമ്മുടെ വികാരമാകണം, സ്വലാത്ത് നമ്മുടെ ആവേശമാകണം, സ്വലാത്ത് നമ്മുടെ ലഹരിയാകണേ. അതുകൊണ്ട് സ്വലാത്ത് കുറയ്ക്കണ്ട.
കാരുണ്യത്തിന്റെ പ്രതീകം നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ ജേതാവ് നബി മുഹമ്മദ് മുസ്തഫ ഒരവസരത്തിൽ പറഞ്ഞെന്നറിയോ, ഒരു മനുഷ്യന് മരണപ്പെട്ട 3 പേരാ മയ്യത്തിനെ അനുഗമിക്കുമെന്ന. ഇന്ന് ഈ മഹല്ലത്തിൽ ഒരാൾ മരണപ്പെട്ടില്ലേ, ആ മരണപ്പെട്ട പ്രിയപ്പെട്ട ആ സഹോദരന് വീട്ടിൽ കിടക്കുകയല്ലേ, ആ സഹോദരന്റെ മയ്യത്ത്, ആ സഹോദരന്റെ റൂഹിനെ 3 പേര് അനുഗമിക്കുമെന്ന. ആ 3 പേര് ആ മയ്യത്തിനെ അനുഗമിക്കുമെന്നാണ്. ഏതൊക്കെയാണെന്നറിയോ, അഹ്ലുഹു വ മാലുഹു വ അമലുഹു. ആ 3 പേരിൽ ഒന്നാമത്തേത് അവന്റെ കുടുംബമാണ്, അവന്റെ പൊന്നുമക്കളാ. ഏതാണോ തന്റെ വാപ്പക്ക് വേണ്ടിയിട്ട് കബർ കുത്തുന്നത്, ആ കബറിന്റെ ചാരത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് സങ്കടത്തോടെ കടന്നു വരുമല്ലോ. ആ മണ്ണ് പൊന്നുമക്കളുടെ നയനങ്ങളിൽ നിന്ന് അടർന്നു വീടുന്ന അശ്രുപേമാരികൾ കൊണ്ട് കുതിർന്നു പോകുമല്ലോ. ആ പ്രിയപ്പെട്ട പൊന്നുമക്കള് എവിടെയാ? ആ കബറിലേക്ക് വാപ്പ എടുത്തു വെക്കുമ്പോ 3 പിടി മണ്ണ് വാരി കബറിലേക്ക് ഇടുമ്പോൾ, എന്നിട്ട് 2 മീസാൻ കല്ലും നാട്ടിയിട്ട് പോകുമ്പോ ആ പ്രിയപ്പെട്ട മക്കള് പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അബീ. വാപ്പാ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. വാപ്പയോട് സലാം ചൊല്ലിയിട്ട് മകൻ വീട്ടിലേക്ക് പോവുകയാണ്. വാപ്പാനോടൊപ്പം കബറിനകത്ത് വരൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 2 പേര് കബറിന്റെ അടുത്ത് നിന്ന് മടങ്ങി വീട്ടിലേക്ക് പോകും. ഒരാൾ മാത്രമേ കബറിനകത്ത് ഇറങ്ങൂ. 2 പേരാരാണ്? ഒന്ന് അഹ്ലാണ്, കുടുംബമാണ്. മറ്റൊന്ന് മാലുഹു, അവന്റെ സമ്പാദ്യമാണ്. എന്നാൽ കബറിനകത്തേക്ക് വരുന്നതാരെന്നറിയോ? അഹ്ലുഹു വ മാലുഹു വയബ്ഖാ അമലുഹു. അവന്റെ സൽക്കർമ്മങ്ങൾ മാത്രം കബറിലേക്ക് വരുമെന്ന് ലോകത്തിന്റെ നായക ശഫീഉൽ മുദ്നിബീൻ റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, സൽക്കർമ്മങ്ങൾ മക്കൾ നമുക്ക് ഉപകരിക്കുമോ? മക്കൾ ഉപകരിക്കുമോ? ചിന്തിച്ചു നോക്ക്. കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ വന്ന ഏറ്റവും ചൂടേറിയ വാർത്തയാണ്. ഇന്നലെ വന്ന ഏറ്റവും ചൂടേറിയ വാർത്തയാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അവർ ആളൊടിഞ്ഞ ഭാഗത്ത് കാമകേളികളിൽ ഇടപെട്ടുകൊണ്ട് നോക്കി നിൽക്കുന്നവനെ പോലും ഇക്കിളിപ്പെടുത്തുന്ന വളരെ മോശമായ നിലയിൽ ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, കഞ്ചാവിന് അടിമപ്പെട്ട ചെറുപ്പക്കാരന്റെ കരവലയത്തിൽ ഞെരിഞ്ഞമരുന്ന ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും അപകടകരമായ അവസ്ഥ. നാട്ടുകാരിടപെട്ട് നിങ്ങൾ ഇത് ചെയ്യരുത് മക്കളെ എന്ന് പറയുമ്പോ ആ മക്കൾ അവരോട് പറയാണ്, പോസ്കോ പ്രകാരം ഞങ്ങൾ കേസ് കൊടുക്കും, മിണ്ടരുത്. ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾ 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും. നാട്ടുകാർ മിണ്ടൂല. അവസാനം പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ വിവരം ബന്ധുക്കൾ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോ ഈ മുസ്ലിം സഹോദരിമാരാകുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ വീട്ടിൽ ഫോൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. പോലീസും കുഴഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഞങ്ങൾ തോന്നിയത് ചെയ്യും, നിങ്ങൾ ഇടപെടരുത്. ആ ഒരവസ്ഥയിലേക്ക് എത്തിയ ഒരു ഭാഗത്ത് തീരദേശ പ്രദേശമാകുന്ന കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പി ജില്ലയിലെ ബീവി മുസ്കാൻ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരി ഹിജാബ് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ, ഒരു ഭാഗത്ത് ഹിജാബ് ധരിച്ച് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന നാമധാരികളായ കുരുത്തം കെട്ട പെൺകുട്ടികളായി സമുദായത്തിന്റെ പെൺകുട്ടികൾ മാറുമ്പോൾ, വയലുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ ദക്ഷിണ കന്നഡ ജില്ലയിലല്ലേ, കാസർഗോഡ് ജില്ലയിലല്ലേ? ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ ഈ പറയുന്ന രീതിയിൽ തരം താണു പോകുന്നത് ഈ പ്രദേശങ്ങളിലല്ലേ? ആരോടായി വയല് പറയുന്നത്? ആരോടായി പ്രസംഗം നടത്തുന്നത്? എല്ലാവരും തികഞ്ഞു.
2 വർഷം വാള് കേട്ട 3-ാം വർഷം വീട്ടിലായി, നമുക്കെല്ലാം മതിയായി, ഞങ്ങൾ വരുന്ന കാലൊക്കെ അറിവുള്ളവരാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഓരോ സദസ്സുകൾ തോന്നിപ്പിക്കുന്ന നിലയിൽ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ദീൻ പഠിക്കുന്നതിന് തടസ്സമായി അവരുടെ ദുരഭിമാനം മാറി നിൽക്കുമ്പോ നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ ഇതാണ്. എങ്ങനെയാ എന്റെ പെൺകുട്ടികൾ, എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ കോളേജിലും സ്കൂളിലും പോകുമ്പോ അവിടെ എത്തുന്നുണ്ടോ? എന്തിനാ ഇവറ്റകളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നത്? എന്റെ സഹോദരിമാർക്ക് സങ്കടം തോന്നിയാലും അൽഹംദുലില്ലാ ഒന്നുമില്ല. നിങ്ങൾക്കത് തോന്നണം. നിങ്ങൾക്ക് വെറുപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാ പറയുന്നത്, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ വന്നത്. പെൺകുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കരുത്. നാളെ രക്ഷകർത്താക്കൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ എന്താ കരുതിയത്? ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ മക്കളെതിരാണ്. ഒരവസരം വരട്ടെ, അപ്പോഴറിയാം. കണ്ണിക്കണ്ടവന്റെ കൈ പിടിച്ച് പോകാൻ ഒരുങ്ങുമ്പോ അരുതുമക്കളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നെഞ്ച് പൊട്ടിക്കിട്ട് ആ പൊന്നുമോളുടെ മുമ്പിൽ പോകരുതെന്നെ വിട്ടെന്ന് നിലവിളിക്കുന്ന പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്കിത് നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മളെ കയ്യിലിട്ട് കളിപ്പിക്കുന്ന, നമ്മളെ തലയിൽ വെച്ച് വളർത്തുന്ന നമ്മുടെ പെൺമക്കള് മാറുന്ന അവസ്ഥയല്ലേ? 1 ആണോ 100 ആണോ 1000 ആണോ? ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? എന്നാൽ മരിച്ചുപോയാ മതിയായിരുന്നു പടച്ചവനെ യവറ്റകളുടെ ഈ ഉപദ്രവത്തിൽ നിന്ന്. എന്നാ വിടുവോ? നിങ്ങൾ എന്താ കരുതിയേ? നാളെ മഹ്ശറേ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് പറയും, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി വാപ്പ, പിതാവേ, നീ കാത്തു നിൽക്കുമ്പോ ഒരു വിളി വരും, നിന്റെ മകളാണ് ഇവിടെ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കിട്ട് നിന്നെ മാനം കെടുത്തിച്ച നിന്റെ പൊന്നുമോള് അവിടെ വന്നിട്ട് പറയും, റബ്ബനാ വആതിഹിം ദഇഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. പടച്ചവനെ, എന്റെ വാപ്പാക്ക് എനിക്ക് കിട്ടുന്നതിന്റെ ഡബിൾ ശിക്ഷ കൊടു തമ്പുരാനെ, എനിക്ക് കിട്ടുന്നതിന്റെ ഡബിൾ എന്റെ വാപ്പാക്ക് കൊടു തമ്പുരാനെ. ഇഹത്തിലും പരത്തിലും നമ്മളെ ആകെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണോ? ചിന്തിക്ക്. മക്കൾ ആനന്ദ കണ്ണീരാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആനന്ദ കണ്ണീരാകണം മക്കൾ, വിഷാദത്തിന്റെ കണ്ണുനീരാകരുത്. ഇന്ന് രക്ഷകർത്താക്കൾ കരയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ ഉപകരിക്കൂല. നമ്മുടെ ഭർത്താവ് ഉപകരിക്കൂ, ഭാര്യ ഉപകരിക്കൂ. ഭർത്താക്കന്മാര് ജീവന തുല്യം ഭാര്യമാരെ സ്നേഹിക്കുമ്പോ നമ്മുടെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ 4 മാസം 10 ദിവസം 4 അശ്ഹുരിൻ വഅശ്റ, ഇത് കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്താണ്? കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമെത്തയിൽ പെട്ടതൽ ബോധമല്ലേ. കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമെത്തയിൽ പെട്ടതൽ ബോധമല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മളെ വാരി പുണർന്നവള്, നമ്മളെ കെട്ടിപ്പിടിച്ചവള്, ചുംബനം കൊണ്ട് നമ്മെ വീർപ്പ് മുട്ടിച്ചവള് നമ്മള് മരണപ്പെട്ടു പോയാൽ 4 മാസവും 10 ദിവസം കഴിയുമ്പോ പിന്നെ അവൾ ആരാണ്? അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ഇന്ന് ഏതോ ഒരു ഇച്ഛാന്റെ ഭാര്യയാണവള്, ഇന്നലെ ഞാനാകുന്ന ഭർത്താവിന്റെ ഭാര്യ, ഇന്ന് നീ ഖബറിലാണ്. നീ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ ഭാര്യ ഇന്ന് ആരാന്റെ ഭാര്യയായി? അവന്റെ മക്കൾക്ക് ജന്മം നൽകി, അവന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത്, അവന്റെ തുണി അലക്കിയിട്ട്, അവന് വെച്ച് വിളമ്പിയിട്ട് രാത്രി അവന്റെ കിടക്കയിൽ കിടക്കുന്നവളാണ് നിന്റെ ഭാര്യ. പെണ്ടാട്ടി കാണുമോ? അല്ല പിന്നെ ഭർത്താവോ? മറ്റേ 4 മാസം 10 ദിവസമെങ്കിലും കൂടെ ഉണ്ടാവും. ഇതാണോ 3ന്റെ കണ്ണോക്ക? ഇവിടെ എന്താ പറയാ? കണ്ണോക്ക്. അല്ലേ? കണ്ണോക്ക് കഴിയുമ്പോ അവൻ വേറെ കെട്ടും. 100 ന്യായങ്ങൾ ഉണ്ടാവും. മക്കള് പറക്കം മുറ്റാത്തല്ലേ, ഇനി ആരാ അതിനെ നോക്കുക? എനിക്കാരാ വെച്ച് വിളമ്പി തരിക? അതുകൊണ്ട് എവൻ പെട്ടെന്ന് പെണ്ണ് കെട്ടും. മറ്റത് 4 മാസം 10 ദിവസമെങ്കിലും കാത്തിരിക്കും. എവൻ അതിന് മുമ്പേ കല്യാണം കഴിക്കും. അപ്പൊ ഭാര്യക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭർത്താവാണോ? പറയുന്ന സഹോദരങ്ങളെ, അല്ല.
അപ്പൊ നമ്മുടെ ഖബറിനകത്ത് വരുന്നതിനല്ലേ നമ്മൾ പ്രണയിക്കേണ്ടത്. സമ്പത്ത് വരുവോ? എനിക്ക് വലിയ വണ്ടിയുണ്ട്, ശീതീകരിച്ച വീടുണ്ട്, ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്, ഇതെല്ലാം എന്താ ചെയ്യാ? കോടീശ്വരൻ മരണപ്പെട്ടപ്പോ കോടീശ്വരന്റെ വീടിന്റെ കോലായിൽ വന്നിരുന്നിട്ട് അയാളെ കാലം നീട്ടിക്കിട്ട് ഉച്ച സമയത്ത് ചെറിയ ഇളം കാറ്റ് അനുഭവിച്ചു കൊണ്ടിരുന്ന വീടിന്റെ കോലായുടെ മുന്നിലൂടെ അവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിൽ ഒരൽപ്പം ഒന്ന് ആ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് കിടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്ര കോടീശ്വരന്മാരെ ഖബറിനകത്ത് കുഴിച്ചിട്ടു. അവരുടെ വീട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അവിടെ വേറെ ആളാ താമസിക്കുന്നത്. അവരുടെ വാഹനം ഇന്നും മോഡിയുടെ എണ്ണ അടിച്ചിട്ട് ഇപ്പോഴും നല്ല സീക്രം പാഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ആരാ ഓടിക്കുന്നു? വേറെ ആരോ ഓടിക്കുന്നു. അപ്പൊ നമ്മുടെ സമ്പാദ്യവും നമ്മളെ വീടും നമ്മളെ വണ്ടിയൊക്കെ അത് അതിന്റെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കും. നമ്മളെ ഖബറിനകത്ത് ഒറ്റപ്പെടും. അപ്പൊ നമ്മൾ എന്തിനെ സ്നേഹിക്കണം? ഫജഅൽതുൽ ഹസനാതി മഹബൂബി, ഫജഅൽതുൽ ഹസനാതി മഹബൂബി. ഞാൻ എന്റെ പ്രേമഭാചനമായ തെരഞ്ഞെടുക്കുന്നത് ദുനിയാവിൽ എന്നെ തള്ളിക്കളയാത്ത, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ തള്ളിക്കളയാത്ത, മരണസമയത്ത് എന്നെ തള്ളിക്കളയാത്ത, നാളെ ഖബറിൽ എന്നെ തള്ളിക്കളയാത്ത, അള്ളാന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന സുഹൃതങ്ങളാകുന്ന ഹസനാത്തുകളെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി, സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ദുനിയാവിൽ ഏത് വിഷമഘട്ടം നിങ്ങൾക്ക് വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ അമലുകൾ അല്ലാഹു നിങ്ങൾക്ക് തുണയായി എത്തിക്കുമെന്നല്ലേ? ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ 3 സഹോദരങ്ങളുടെ കഥ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ. ആവർത്തന വിരസത ഭയപ്പെട്ടുകൊണ്ട് ഞാനത് പറയുന്നില്ല. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതോ 3 പേര് സഹോദരങ്ങളാണ് യാത്ര ചെയ്തു. ആ യാത്രയുടെ ഇടയിൽ ഒരു ഗുഹയ്ക്കകത്ത് പെട്ടുപോയി. ഗുഹയിൽ ഒരു വലിയ പാറക്കഷണം നടഞ്ഞുപോയി. ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ബോധ്യം വന്നപ്പോ ആ 3 പേരും പരസ്പരം ചർച്ച ചെയ്തിട്ടൊരു തീരുമാനത്തിലെത്തി. എന്താണെന്നറിയോ? ജീവിതത്തിൽ ആരും അറിയാതെ നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ നമുക്ക് എടുത്തു വെച്ച് റബ്ബിനോട് ദുആ ചെയ്താലോ? അങ്ങനെ 3 സഹോദരങ്ങൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ എടുത്ത് റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, റബ്ബേ, ഞാൻ ഈ ചെയ്ത അമൽ നീ സ്വീകരിച്ചെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റണേ അല്ലാ. ഞാൻ ഈ ചെയ്ത അമൽ നീ കബൂൽ ചെയ്തെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അങ്ങനെ ദുആ ചെയ്തപ്പോ 3 പേരുടെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ആ ഗുഹാമുഖ പടക്കപ്പെട്ട വലിയ ഒരു പാറക്കല്ലിനെ അല്ലാഹു മാറ്റിക്കൊടുത്തു. അവർ അത്ഭുതകരമായ നിലയിൽ രക്ഷപ്പെട്ടു വന്നെങ്കിൽ ജീവിതത്തിൽ ആരും അറിയാതെ ചെയ്യുന്ന സുഹൃതങ്ങൾ ഉണ്ടല്ലോ. ആരും അറിയാതെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സുജൂദിൽ കിടക്കുന്ന തഹജ്ജുദ് ഉണ്ടല്ലോ, ളുഹയുണ്ടല്ലോ, ഇശ്റാഖ് ഉണ്ടല്ലോ, റവാത്തിബ് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, സുന്നത്ത് നോമ്പുകൾ ഉണ്ടല്ലോ, ഫർളും റമളാനിലെ നോമ്പുകളും ഉണ്ടല്ലോ. ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ, ആരോരുമില്ലാത്ത, സഹായമില്ലാത്ത ഏതോ ഒരു മരുഭൂമിയിലെ മരുപ്പച്ച അകലത്തിലായി പോയ മരുഭൂമിയുടെ മടിത്തട്ടിൽ പ്രതിസന്ധിയുടെ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹു ആ സൽക്കർമ്മങ്ങളെ കൂട്ടാക്കി എത്തിക്കും. ഒരു സംശയവും വേണ്ട. നമ്മൾ അൽഹംദുലില്ലാ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് നമുക്ക് താങ്ങായി എത്തും. പക്ഷെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. പ്രസംഗിക്കണത് എന്റെ ആളുകളെ കാണട്ടെ എന്നും പറഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ പാടില്ല. എന്നാൽ ഈ പ്രസംഗം ആളുകളുടെ ഹൃദയത്തിലേക്ക് പോകൂല, ചുണ്ടിൽ നിന്ന് തെറിച്ച് നിങ്ങളുടെ കാതിലേക്ക് വരും. ചിലര് പറയും നല്ല പ്രസംഗം, അതുകൊണ്ടെന്താ എന്റെ വയറ് നിറയോ? ചിലര് പറയും ഓ മോശം, അതുകൊണ്ടെന്താ ഞാൻ നാളെ പട്ടിണി കിടക്കേണ്ടി വരുമോ? ഒന്നുമില്ല. നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നാലും, നിങ്ങൾ ലൈക്ക് ചെയ്യാലും ഡിസ്ലൈക്ക് ചെയ്യാലും എനിക്കൊന്നുമില്ല, എനിക്കെന്നല്ല ആർക്കൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ റബ്ബിന്റെ ഇഖ്ലാസോടുകൂടി എന്റെ റബ്ബിന്റെ വജ്ഹിനു വേണ്ടിയിട്ട്, ദീനിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി, പരിശുദ്ധ ഖുർആനിന്റെ ദഅവത്തിനു വേണ്ടി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പ്രബോധനത്തിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പ്രസംഗിച്ചാൽ ഞാൻ രാവിലെ
8 മണിക്ക് എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ ഈ പരിപാടിക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇത്രയും യാത്ര ചെയ്ത് അത് അതിവേഗം എത്തിച്ചേരുന്നതിനു വേണ്ടി അങ്ങനെയുള്ള മാർഗം സ്വീകരിച്ചു ഇവിടെ എത്തി. എന്നിട്ട് നാളെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എന്റെ സഹോദരങ്ങളെ, നാളെ മഗ്‌രിബിന്റെ സമയത്ത് ഞാൻ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്റെ വീട്ടിലെത്തുമ്പോ ഇത്രയും നേരത്തെ 2 ദിവസത്തെ സമ്പൂർണമായ ത്യാഗം എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പറയാ, അള്ളാഹുവേ നിന്റെ ദീനിനു വേണ്ടിയിട്ട് ഞാൻ പ്രസംഗിക്കാൻ പോയതാണ്, എന്റെ ഇന്ന വിഷയം നീ പരിഹരിക്കണേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞാൽ ഈ 48 മണിക്കൂർ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന അമലുകൾ അങ്ങനെയാകണം. ഇപ്പൊ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ബിരിയാണി തരുന്നുണ്ടോ? അവസാന ദിവസം ഉണ്ടാവും അല്ലേ? ഉണ്ടാ ഇല്ലേ? ഉണ്ട്. ഇന്നിപ്പോ എന്താ കൊടുക്ക? ഒന്നുമില്ല. എന്നാ പിന്നെ കുറച്ച് പൈസ തരുന്നുണ്ടോ നിങ്ങൾക്ക്? അതുമില്ല. എന്നാ പിന്നെ ഇവിടെ വന്നില്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും നന്ദാവര മഹലിൽ നിന്ന് പുറത്താക്കുവോ? അതുമില്ല. പിന്നെ ഇത് ഞങ്ങളുടെ വന്നത് ആത്മാർത്ഥമായി എന്റെ റബ്ബിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗത്തോപ്പല്ലേ, ഒന്നുമല്ലെങ്കിൽ ഇബാദത്തല്ലേ, അൽഹംദുലില്ലാഹ് ഒന്ന് പോയിരിക്കാം എന്ന് കരുതി ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ ദുആയും കഴിഞ്ഞ് ഇതിനിടയിൽ എത്ര സ്വലാത്തുകൾ ചൊല്ലുന്നു, എത്ര ആമീൻ പറയുന്നു, എത്ര റളിയല്ലാഹു അൻഹു പറയുന്നു. അവസാനം എന്തെങ്കിലും ബക്കറ്റിലിട്ട് റാഹത്തായിട്ട് നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങുമ്പോ റബ്ബേ ഇത്രയും സമയം എനിക്ക് കാലുവേദനയുണ്ട്, ഊരവേദനയുണ്ട്, നടുവേദനയുണ്ട്, കണ്ണുവേദനയുണ്ട്, സന്ധി പ്രശ്നമുണ്ട്, അതുണ്ട് ഇതുണ്ട്, എങ്കിലും ഞാൻ പോയി ഇരുന്നല്ലോ നിന്റെ ദീനിനു വേണ്ടിയിട്ട റബ്ബേ, ഞാൻ ഈ ചെയ്ത ത്യാഗത്തിന് പകരം എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാരണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഇരുത്തത്തിൽ അർത്ഥമുണ്ട്. അല്ലാതെ മാർക്കിടാമെന്ന 33 ഉസ്താദന്മാരുണ്ട് 66 ദിവസമായിട്ട്. അപ്പോഴ് ഇന്നലത്തെ പോരാ, ഇന്നത്തെ കൊള്ള, ഇന്നലത്തെ പോരാ, ഇന്നത്തെ കൊള്ള എന്ന് പറഞ്ഞ് മാർക്കിടാൻ നിന്നാ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. ഇതിട്ടാലിട്ടില്ലെങ്കിൽ അടുത്ത ലാസ്റ്റ് പരിപാടി ചെന്ന് ബിരിയാണി കിട്ടും, അല്ലാതെ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പറയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രണയിക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത്, സ്നേഹിക്കേണ്ടത് സുഹൃതങ്ങളെയാണ്. ഏത് കാര്യങ്ങളും ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അമലാണെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതിനങ്ങോട്ട് സ്നേഹിച്ചാൽ ഒരു മനുഷ്യന് മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോകുന്ന മനുഷ്യനോട് ഖബറിനകത്ത് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖമാര് പറയുമത്രേ, നമുക്ക് നൗമത്തിൽ പുതുമാര ഉറങ്ങും പോലെ ഉറങ്ങിക്കോ, പുതിയാപ്പള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ. അള്ളാഹുവിന്റെ ഹബീബാണ് പറയുന്നത്, പുതുമാരൻ ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ നിന്ന് ആ മലായിക്കത്തുകൾ മടങ്ങി പോകുമ്പോ, ആ മാലാഖമാര് മടങ്ങി പോകുമ്പോ, സഹോദരങ്ങളെ, മാലാഖമാരുടെ പോക്കിന് ശേഷം അതാ ഒരാൾ നമ്മുടെ ഖബറിൽ വരുമെന്നാണ്. ആ വരുന്ന ചെറുപ്പക്കാരന് എന്തോ ഒരു മുഖകാന്തി എന്നറിയോ, ആ വരുന്ന ചെറുപ്പക്കാരന് എന്തോ ഒരു സൗന്ദര്യമാണെന്നറിയോ, അയാളുടെ മുഖത്തിനും എന്ത് സൗരഭ്യമാ വരുന്നതെന്നറിയോ, എന്തോ ഒരു അഴകാ. 14 രാവിന്റെ പൗർണമിയെ പോലെ ലജ്ജിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെ ഉദാഹരണമാ. എന്തൊരു സൗന്ദര്യമാണ് വരുന്ന ചെറുപ്പക്കാരന്. അയാളെ ഖബറിലേക്ക് ഇറങ്ങി വരുമ്പോ ഇന്നലെ വരെ മരണപ്പെട്ടവരുടെ ഖബറിൽ വന്ന കാര്യമാ പറയുന്നത്. ഇന്ന് ഈ മഹല്ലത്തിൽ മരണപ്പെട്ട സഹോദരനെ ഖബറിൽ വെക്കുമ്പോ ആ സഹോദരന്റെ ഖബറിൽ പോകുന്ന കാര്യമാ പറഞ്ഞത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, മിനിങ്ങാന്ന് പുലർച്ചെ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഖബറിലേക്ക് വന്ന കഥയാ പറയുന്നത്. നാളെ എന്റെ നിങ്ങളുടെ ഖബറിനകത്ത് വരുന്ന ഒരാളിന്റെ കഥയാ പറയുന്നത്. ആരാണ് വരുന്നതെന്നറിയോ? കാണാൻ നല്ല സുന്ദരനാണ്, സുമുഖനാണ്. ആ മനുഷ്യനെ പറ്റി പറയുന്നത് തയ്യിബുർ റീഹ്, നല്ല പരിമളമുള്ള ആളെന്നാ. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, അതിനു മുമ്പ് സ്വർഗത്തിന്റെ വാതിലുകളെ തുറന്നിട്ട് ഖബറിലേക്ക് സ്വർഗത്തിന്റെ പരിമളം വന്നിരിക്കുകയാ. അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ ആസ്വാദ്യകരമായ പരിമളം പരക്കുമ്പോ ആ സൗരഭ്യത്തിന്റെ, സൗന്ദര്യത്തിന്റെ, മണത്തിന്റെ, സുഗന്ധത്തിന്റെ നടുവിൽ ഈ വരുന്ന ചെറുപ്പക്കാരന്റെ സുഗന്ധം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ സ്വർഗത്തിന്റെ സൗരഭ്യത്തിൽ
സൗന്ദര്യത്തെക്കാൾ അതിന്റെ സുഗന്ധത്തെക്കാൾ മനോഹരമായ സുഗന്ധമാണ് വരുന്ന ചെറുപ്പക്കാരനുള്ളത്. ആ ചെറുപ്പക്കാരെ ഖബറിനകത്തേക്ക് നമ്മുടെ ചാരത്ത് വന്നിട്ട് നമ്മളെ ഉണർത്തുകയാ. എന്നിട്ട് നമ്മോട് പറയുകയാണ്, അബ്ശിർ ബില്ലദീ യസുറുക, അബ്ശിർ ബില്ലദീ യസുറുക, അബ്ശിർ ബില്ലദീ യസുറുക, ഹാദാ യൗമുകുല്ലദീ കുന്ത തുഅദു. അല്ലാഹു നിനക്ക് വഅദ ചെയ്ത, വാഗ്ദാനം ചെയ്ത ദിവസമാണ് മോനെ ഇത്. അല്ലാഹു നിനക്ക് ചെയ്ത വാഗ്ദാനം ചെയ്ത സന്തോഷത്തിന്റെ ദിവസമാണിത്. നിന്റെ ഖബറിനകത്ത് നീ ചെയ്ത എല്ലാ പ്രതിഫലങ്ങളും ഇതാ നിനക്ക് വരികയാണ്. ആനന്ദിക്കാ, സന്തോഷിക്കാ. ഇത് പറയുന്ന ചെറുപ്പക്കാരന്റെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതത്തോടെ ഞാൻ ചോദിക്കുമത്രേ, നിങ്ങൾ ഖബറിനകത്ത് ചോദിക്കുമത്രേ, മന്നന്ത, നീ ആരാണ്, നീ ആരാണ്, നീ ആരാ? ഒരു സൂചിയുടെ പഴുത് പോലും ഇല്ലാത്ത അവസ്ഥയില് എന്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ എന്നെ അടക്കം ചെയ്തിട്ട് മണ്ണിട്ട് മൂടിപ്പോയ ഖബർ, ആ ഖബറിനകത്ത് ഒരു അല്പം പോലും നിന്റെ ശരീരത്തിൽ ചെളി പുരണ്ടിട്ടില്ല, ഒരല്പം പോലും ശരീരത്തിൽ മാലിന്യം വന്നിട്ടില്ല. നിന്റെ മുഖത്തിനെപ്പറ സൗന്ദര്യമാ, നിന്റെ മുഖത്തിനെപ്പറ ആനന്ദമാ, ആഹ്ലാദമാ. നീ ആരാണ് പറയുമോ എന്ന് ചോദിക്കുമ്പോ ഈ വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ പറയും അത്രേ, അന അമലുക സാലിഹ്, നിന്റെ സൽക്കർമ്മമാണ് ഞാൻ. ആരും കാണാതെ നീ പാതിരാത്രി നമസ്കരിച്ച പാതിരാ നമസ്കാരമാണ് ഞാൻ. അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മജ്ലിസുകളിൽ ചെന്നിരുന്ന് 2 മണിക്കൂർ വഅദ് കേട്ട് നസീഹത്ത് കേട്ട അമലാണ് ഞാൻ. ആർക്കും വേണ്ടാത്ത സന്ദർഭങ്ങളിൽ ഖുർആനെ പ്രണയിച്ചതിന് അല്ലാഹു തന്ന സമ്മാനമാണ് ഞാൻ. അല്ലാഹു നിന്റെ സുഹൃതങ്ങളെ മുഴുവനും എന്റെ സൗന്ദര്യത്തിൽ അല്ലാഹു തആല, അല്ലാഹു ഈ കണക്കിന് നിനക്ക് സൗന്ദര്യത്തോടെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ സുന്ദരനായ ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഖബറിൽ വരും മുസ്ലിമേ. അതുകൊണ്ട് പ്രണയിക്കേണ്ടതാരെയാണ്? കാമുകയാണോ അല്ല, കാമുകനെയാണോ അല്ല, സമ്പത്തിനെയാണോ അല്ല, പിന്നെ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഫജഅൽതുൽ ഹസനാതി മഹബൂബി, ഫജഅൽതുൽ ഹസനാതി മഹബൂബി, എന്റെ സൽക്കർമ്മങ്ങളെ ഞാൻ പ്രണയിക്കുന്നു എന്ന് ആതമുൽ അസം റളിയല്ലാഹു തആല അൻഹു മഹാനായ ശഖീഖുൽ ബൽഖ് തങ്ങളോട് പറഞ്ഞുവത്രേ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മൾ മരിച്ചു പോയാൽ നമുക്കെന്ന് പറഞ്ഞ് എന്താ ഉള്ളത്? നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്കെന്ന് പറഞ്ഞ് എന്താ ഉള്ളത്? നിങ്ങൾ പറയും, നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്കുണ്ട്. ഇപ്പൊ ഇവിടെ നിന്നൊരാൾ എഴുന്നേറ്റ് പോകുമ്പോ, അല്ലെങ്കിൽ ഒരാളെ ഇവിടെ നിന്ന് നമ്മളിപ്പോ ഏതെങ്കിലും ഒരർത്ഥത്തിൽ നമ്മൾ ഇവിടെ നിന്ന് അയാളുടെ വസ്തുവകകളെ മുഴുവനും ഇവിടെ പിടിച്ചു വെച്ചിട്ട് നീ ഒറ്റയ്ക്ക് പൊക്കോളാൻ പറഞ്ഞാൽ നമ്മളെന്താ പറയാ? എന്റെ പൈസ, എന്റെ മൊബൈല്, എന്റെ വാഹനം, എന്റെ മക്കള്, എന്റെ ഭാര്യ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വാഹനത്തിലാ വന്നത്. ആ വാഹനത്തിൽ എന്റെ പൈസ ഇരിക്കുക, എന്റെ വീടിന്റെ കീ അതിനകത്തിരിക്കുക, എന്റെ മക്കൾ അവിടെ ഓടിക്കളിക്കുക, എന്റെ ഭാര്യ അവിടെ ഇരുന്ന് വഴല് വെക്കുക, എന്റെ വീട് തൊട്ടപ്പുറത്തുണ്ട്, ഞാൻ എങ്ങോട്ട് പോവാനാ? നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്, നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ നമുക്കുണ്ട്. പക്ഷെ ഒന്നോർത്തോ, ഈ ചൂടുള്ള സമയത്ത് എല്ലാം ഉണ്ട് നമുക്ക്. ശരീരത്തിന് ചൂടല്ലേ ഇപ്പൊ ശരീരത്തിന് ചൂടല്ലേ? ഈ ചൂടുള്ള സമയത്ത് എല്ലാം ഉണ്ട്. പക്ഷേ ശരീരം മരവിക്കുന്നൊരു സമയമുണ്ട്, തണുപ്പ് അനുഭവപ്പെടുന്നൊരു സമയമുണ്ട്. അത് മരിക്കുമ്പോഴാ. ആ മരണശേഷം നമുക്ക് ഉള്ളത് എന്ന് പറയാൻ എന്തുണ്ട്? നിങ്ങൾ പറയും സൽക്കർമ്മങ്ങളാണ്. സൽക്കർമ്മങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ആരാനെ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവനെ വിഷമിപ്പിച്ച്, അവന്റെ പരദൂഷണം പറഞ്ഞ്, അവന്റെ പച്ചയിറച്ചി തിന്ന്, അവനെ ഇടങ്ങേറാക്കി, അവനെ നാണം കെടുത്തി, അവനെ ആളുകളുടെ മുമ്പിൽ ആക്ഷേപിച്ച്, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ അധിക്ഷേപിച്ച്, അവനെ വിമർശിച്ച്, അവനെ പരിഹസിച്ച്, അവനെ അടിച്ച് തൊഴിച്ച് മർദ്ദിച്ച് ജീവിതത്തിൽ വലിയ തസ്ബീഹം കൊണ്ട് നടന്ന ഒരുത്തൻ, ആളുകളെ കുറ്റം പറയുന്ന വലിയ നമസ്കാരക്കാരൻ. അതാണല്ലോ ഒരു മഹാൻ. അദ്ദേഹത്തിന്റെ വാപ്പയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാപ്പയും അദ്ദേഹം കൂടി തഹജ്ജുദിന് എഴുന്നേറ്റു.
തഹജ്ജുദിന് എഴുന്നേറ്റു, പള്ളിയിലാണ്. ആ സമയത്ത് എഴുന്നേക്കാതെ കുറെ ആളുകൾ നല്ല ഉറക്കവും. അപ്പൊ ഈ മഹാനായ മനുഷ്യന്റെ മകൻ വാപ്പയോട് പറഞ്ഞു, വാപ്പാ നിങ്ങളൊന്ന് ആലോചിച്ചേ, യൗമർ ആരും എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലല്ല, എന്തൊരവസ്ഥയാണ്. ഞാനും നിങ്ങളും മാത്രമല്ലേ ഉള്ളൂ, ഇവനൊക്കെ എന്തോ ഉറക്കം, എഴുന്നേറ്റൊന്ന് തഹജ്ജുദ് നിസ്കരിച്ചൂടെ. അപ്പൊ വാപ്പ എന്താ പറഞ്ഞെന്നറിയോ, മോനെ നിനക്ക് ഏറ്റവും നല്ലത് അവരെ പോലെ പോയി കിടന്നുറങ്ങല. നിനക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ മലയാളം? നിനക്ക് ഏറ്റവും നല്ലത് അവരെ പോലെ പോയി കിടന്നുറങ്ങലാണ്. എന്താ കാര്യം? നീ എഴുന്നേറ്റ് അവരെ പറ്റി പരദൂഷണം പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. അതിനേക്കാളും നല്ലത് നിനക്ക് ഉറക്കമാണ്. അതുകൊണ്ട് മോൻ പോയി കിടന്ന് ഉറങ്ങിക്കോ, അതാണ് നിനക്ക് നല്ലത് എന്ന് തഹജ്ജുദിന് എഴുന്നേറ്റ ഒരു മനുഷ്യനോട് വാപ്പ എന്ന ഒരു മഹാനായ മനുഷ്യൻ പറയുന്നുവെങ്കിൽ നമ്മൾ അമല് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊണ്ട് കൊടുക്കുന്ന എന്തിനാ? എന്നാലോചിച്ച് നോക്കി. നമ്മൾ ഇങ്ങനെ കൂട്ടം കൂടുമ്പോ ആളുകളെ പറ്റി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്നോർത്തോ, ആരെയും ഒന്നും പറയാത്തവന്റെ അമല് മാത്രമേ അവനുള്ളതെന്ന് പറയാനുള്ളൂ. സൽക്കർമ്മമാണ് നമുക്ക് ഖബറിലൊക്കെ ഉള്ളത്, അതൊക്കെ ശരിയാ. ഞാൻ സ്നേഹിക്കുന്നത് എന്റെ സുഹൃതങ്ങളെയാണ്, ശരിയാണ്. പക്ഷെ അത് മറ്റുള്ളവനെ ആരാരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത്. അങ്ങനെയായാൽ ഇദാമാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി ഫലഹമുൽ ലിദീദാനിൻ വഅളമുൽ ലിതുർബതി വമാലുൽ ലിവർറ വഅമലുൽ ലിമദ്ലൂമിൻ വറൂഹുൽ ലിഖാബിലി വമാലുൽ ലിവറാസിൻ ഫഅലം ബിയഖ്ലതി. ഒരു മഹാൻ പറയുകയാണ്, കേട്ടോളണേ എന്റെ സഹോദരങ്ങളെ, ഒരാള് മരണപ്പെട്ടു പോയാൽ 5 വസ്തുക്കൾ 5 പേര് ഓഹരി ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ 5 പാർട്ടുകൾ, എന്റെ 5 ഭാഗങ്ങൾ, എന്റെ 5 വസ്തുക്കൾ 5 പേര് വന്ന് ഓഹരി ചെയ്തുകൊണ്ട് പോകുമത്രേ. ഏതൊക്കെയാണ്? ഫലഹമുൽ ലിദീദാനി വഅളമുൽ ലിതുർബതി. നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സൗന്ദര്യത്തോടു കൂടി കാണുന്നു, ആളുകൾ പിന്നാലെ കൂടുന്നു. നമ്മുടെ സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവത്തിന്റെ മുമ്പിൽ ആളുകളൊക്കെ പകച്ചു നിൽക്കുന്നു. നല്ല രൂപലാവണ്യം തന്നു, നല്ല ഭംഗി തന്നു, നല്ല സൗന്ദര്യം തന്നു. നമ്മൾ അങ്ങനെ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. 90 വയസ്സായ ആളുകളും പറയുന്നത് ഇപ്പോഴും കണ്ടാൽ 25 വയസ്സാണ് എന്നൊക്കെ പറയുമ്പോ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇങ്ങനെ മസിലൊക്കെ ഉരുട്ടിക്കയറ്റി റെഡിയാക്കി നല്ല ജിംനാഷ്യത്തിലൊക്കെ പോയി കൃത്യമായി നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയാൽ ഈ ശരീരം ആർക്കാന്നറിയോ? ഈ ശരീരം ആർക്കാ? നല്ല മട്ടനും നല്ല ബീഫും നല്ല ചിക്കനും എല്ലാം ഒക്കെ തിന്ന് നല്ല റെഡിയാക്കി നമ്മൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തി നല്ല റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്തിനാണിത്? ആർക്ക് വേണ്ടിയാണ്? സഹോദരാ, നിന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗമുണ്ടല്ലോ, ഈ തുടിക്കുന്ന ശരീരമുണ്ടല്ലോ, ഈ ആകാര സൗഷ്ഠവമുണ്ടല്ലോ, ഇതെല്ലാ പുഴുക്കൾ തിന്നുകൊണ്ട് പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാ പുഴുക്കൾക്കുള്ളതാണ്, ഇതെല്ലാ പുഴുക്കൾക്കുള്ളതാ. പക്ഷേ ഒരു മനുഷ്യന്റെ ശരീരം പുഴുക്കൾ തിന്നാൽ അതിന്റെ ചില ഭാഗങ്ങൾ പുഴുക്കൾക്ക് തിന്നാൻ പറ്റാതെ ബാക്കിയിടുന്നു. അത് ഏതെന്നറിയോ? അത് നമ്മുടെ എല്ലുകളാണ്, എല്ലുകളാണ്. ആ എല്ലുകൾ ആർക്കാണെന്നറിയോ? വഅളമുൽ തുർബതി. മനുഷ്യന്റെ എല്ലുകളെ ചിതല് തിന്നുമെന്നാണ്, മനുഷ്യന്റെ എല്ലുകളെ ചിതല് തിന്നുമെന്നാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങള് മണ്ണോട് ചേർന്ന് പോകുമെന്നാണ്. ഒരു മനുഷ്യന്റെ എല്ല് അതാ ചിതൽ പുറ്റുകൾ കൊണ്ടുപോയി അവന്റെ ശരീരം മുഴുവനും കൊണ്ടുപോയത് പുഴുക്കളാണ്. മൂന്നാമത് നമുക്കെന്താ ഉള്ളത്? അമലുകളല്ലേ. പക്ഷേ ജീവിതത്തിൽ ഹറാമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് സുഹൃതങ്ങൾ ചെയ്തു. പക്ഷേ അതെല്ലാവരെയും ഉപദ്രവിക്കുന്നതിന് ഇടയിലായി പോയി, ആളുകളെ ഉപദ്രവിക്കുന്നതിന് ഇടയിൽ
നിലയിലായി. ജനങ്ങളെ പറ്റി ഫസാദ് പറയാ, പരദൂഷണം പറയാ, ഏഷണി പറയാൻ, കൂട്ടിക്കൊടുക്കാൻ, എല്ലാവരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോ ഇതെല്ലാം ആരാണ് കൊണ്ടുപോകുന്നതെന്നറിയോ? അവന്റെ സുഹൃതങ്ങളല്ല, അവൻ ആരെയാണോ ആക്രമിച്ചത് അവർ കൊണ്ടുപോവുകയാ. ഞാൻ നിങ്ങളിൽ ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞാൽ എന്റെ നമസ്കാരം എടുത്ത് നിങ്ങൾക്ക് തരുമെന്നാണ്. വേറെ ഒരാളെ പറ്റി ഞാൻ ഏശനി പറഞ്ഞു, എന്റെ ഈ ഇബാദത്ത് നോമ്പെടുത്ത് അവന് കൊടുക്കുമെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലരെ പറ്റിയിട്ട് എന്തൊക്കെയോ ഇല്ലാത്തത് പറഞ്ഞു. എന്നാൽ എന്റെ എല്ലാ സദഖയും എടുത്ത് അവര് കൊടുക്കുകയാണ്. അവസാനം എനിക്ക് അമലുകളൊന്നുമില്ല. എന്റെ അമലുകളെല്ലാം വീതിച്ചു കൊടുത്തു, എല്ലാം ഓഹരി ചെയ്യപ്പെട്ടു. ഈ അമലുകളൊക്കെ ആർക്കൊക്കെയോ കൊടുത്തുപോയി, എന്റെ കയ്യിലൊന്നുമില്ല. സഹോദരങ്ങളെ, അവസാനം എന്റെ അമലുകൾ തീർന്നു. ഞാൻ ആക്ഷേപിച്ചവര്, വിമർശിച്ചവര്, ഞാൻ കുറ്റപ്പെടുത്തിയവര്, ഞാൻ തെറിവിളിച്ചവര്, ഞാൻ പരദൂഷണം പറഞ്ഞവര്, ഏഷണി പറഞ്ഞവര് എന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാ പരലോകത്ത്. അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ അമലുകളില്ലാതെ വന്നാ വല്ലാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എനിക്ക് അമലുകൾ കൊടുക്കാനില്ലാത്ത ഒരു ഘട്ടം വരുമ്പോ പിന്നെ അല്ലാഹു എന്താ ചെയ്യുന്നത്? അവന് നീതിമാനല്ലേ? അവൻ ഈ വന്ന് നിൽക്കുന്ന മർദ്ദിതരായ ആളുകളുണ്ടല്ലോ, ഈ വന്ന് നിൽക്കുന്ന പീഡിപ്പിക്കപ്പെട്ടവരുണ്ടല്ലോ, പരദൂഷണം പറയപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ എല്ലാ ദുഷ്കർമ്മങ്ങളെയും തിന്മകളെയും അല്ലാഹു എന്റെ മേലെ ചാർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പരലോകത്ത് സർവ്വതും നഷ്ടപ്പെട്ടവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാനും നിങ്ങളും മാറുകയാ. അപ്പൊ സൽക്കർമ്മവും പോയി. ഇനി എന്താ ഉള്ളത്? നാലാമതായിട്ട് നമുക്ക് ഉണ്ടെന്ന് പറയാ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവല്ലേ, നമ്മുടെ റൂഹല്ലേ നമുക്കുള്ളത്. ആ റൂഹിന്റെ അവസ്ഥയോ വറൂഹുൽ ലിഖാബിലി വറൂഹുൽ ലിഖാബിലി. നമ്മുടെ റൂഹ് അസ്രായീൽ കൊണ്ടങ്ങ് പോയി. അസ്രായീൽ റൂഹും കൊണ്ടങ്ങ് പോയി. പിന്നെ നമ്മുടെ റൂഹ് പോലും നമുക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മാംസവും പുതുക്കൾ തിന്നു, നമ്മുടെ എല്ലുകളെല്ലാം ചിതല് തിന്നു. പിന്നെ ഉള്ളത് നമ്മുടെ അമലുകളൊക്കെ ആളുകൾ ഓഹരി ചെയ്ത് കൊണ്ടുപോയി. നമ്മുടെ റൂഹോ അസ്രായീൽ കൊണ്ടുപോയി. പിന്നെ ഉള്ളത് വീട്ടിലെ, അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിലെ, അല്ലെങ്കിൽ പോർച്ച് കിടക്കുന്ന കാറ്, ഇങ്ങനെയുള്ള ഭൗതികമായ നമ്മുടെ സമ്പാദ്യമാണ് നമുക്ക് പിന്നെ ഉള്ളത്. അതാർക്കുള്ളതെന്നറിയോ? വമാലുല്ലി വറാസിന് ഫഖുദ്ഹാ ബിയഖ്ലതി. നിന്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോകുന്നതാരാണ്? നിന്റെ അനന്തരവന്മാരാ കൊണ്ടുപോവുക. നിന്റെ അനന്തരാവകാശികൾ കൊണ്ടുപോകും നിന്റെ സമ്പാദ്യം മുഴുവനും. ഇനി പറ, നമുക്കെന്തുണ്ട്? നമുക്കെന്തുണ്ട്? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഒറ്റക്കിരുന്ന് ഇടനെഞ്ചിലേക്ക് കൈവച്ച് ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കണം. എന്ത് പടച്ചവനെ, എനിക്കെന്തുണ്ട്? ഞാൻ മരണപ്പെട്ടു പോയ എന്റെ വീട്ടുകാരെല്ലാം കൂടി എന്റെ വസ്ത്രം, എന്റെ മുണ്ട്, എന്റെ ജുബ്ബ, എന്റെ തുണി എല്ലാം എടുത്ത് എന്റെ സുഹൃത്തുക്കൾ കൊടുക്കും. വീട്ടിൽ വെച്ചിരിക്കുന്നതിന്റെ ആവശ്യമില്ല, എല്ലായിടത്തും അങ്ങോട്ട് കൊടുക്കുക. എന്റെ വാഹനം മക്കൾക്ക് ഓടിക്കാൻ പറ്റുമെങ്കിൽ മക്കളെടുക്കും, ഇല്ലെങ്കിൽ അത് കൊടുത്തിട്ട് കടം വീട്ടും. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവർ താമസിക്കും. എന്റെ അമലുകളെ ഞാൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൊണ്ടുപോയി. പിന്നെ ഉള്ള എന്താ? നമ്മൾ പറയും ആകെ ഒരു മനുഷ്യന് ഉപകരിക്കുന്ന 3 വെള്ള തുണിയാ. ആരാ പറഞ്ഞേ? 3 ദിവസം കഴിഞ്ഞിട്ട് കബർ കുഴിച്ചു നോക്ക്, അപ്പൊ അറിയാം ആ വെള്ള തുണി ഉണ്ടോ. 3 ദിവസം കഴിഞ്ഞിട്ടേ ആ കബർ കുഴിച്ചു നോക്ക്. 3 ദിവസം കഴിഞ്ഞാൽ കണ്ണ് അവന്റെ ശരീരത്തിൽ നിന്ന് നശിച്ചു പോയിട്ട് അവിടെ 2 കുഴി മാത്രമാവും, 2 കുണ്ട് മാത്രമാവും. ഇവിടെ എന്താ പറയാ? കുണ്ടിന് കുഴി, ദ്വാരം മാത്രം. 40 ദിവസം കഴിഞ്ഞ വയറ് പൊട്ടിയിട്ട് മൊത്തം ഒലിക്കാൻ തുടങ്ങും. നമുക്കെന്താ ഉള്ളത്? സമ്പത്ത് പോയി, മക്കളെടുത്തോട്ട് പോയി, അമലുകൾ മറ്റുള്ളവർ കൊടുത്തു. നമ്മുടെ ശരീരത്തിന്റെ ഈ തൊലിയും മാംസവും ഒക്കെ പുഴുക്കൾ തിന്നു. എല്ല് മാത്രം ബാക്കി. ആ എല്ല് വന്ന് ചെതലും തിന്നു.
പിന്നെ ഉള്ള ആത്മാവ് അത് അസ്റായീലും കൊണ്ടുപോയി. പിന്നെ നമുക്ക് എന്തുണ്ടെന്ന് പറ, എന്താ നമുക്കുള്ളത്? ഇപ്പോഴും നമ്മളെ നടത്തം കണ്ടാൽ എന്തോ ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര ഒരു വല്ലാത്ത ഇതാണ്. ഒന്നുമില്ല സഹോദരങ്ങളെ, ഒന്നുമില്ല. ഇത്രയും ദുർബലൻ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ മനുഷ്യനാണ്. പക്ഷേ ഇത്രയും ദുർബലനായത് മനുഷ്യൻ മാത്രമല്ലേ? ഒന്നിനും ഒരു കഴിവില്ലാത്തവൻ. ഇപ്പൊ ഞാൻ കൈ ഉയർത്തുന്നു, ഞാൻ എന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നു, ഞാൻ എന്റെ കാലുകൊണ്ട് നിന്ന് പ്രസംഗിക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ, എന്റെ നാവ് ചലിക്കാത്തൊരു സാഹചര്യം വന്നാൽ പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. എന്റെ കൈ ഉയരാത്തൊരു സമയം വന്നാൽ, എന്റെ കാല് ചലിക്കാത്തൊരു സമയം വന്നാൽ, പിന്നെ ആർക്ക് വേണം നമ്മളെ? ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കേണ്ടത് സൽക്കർമ്മങ്ങളെയാണ്. പക്ഷേ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആരെയും ഉപദ്രവിക്കാതെ വേണം, പരദൂഷണം പറയാതെ വേണം നമ്മൾ അമലുകൾ ചെയ്യാൻ. ആരെ പറ്റിയും ഒന്നും പറയാൻ പാടില്ല. മാന്യമായി അള്ളാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടാകണം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കേണ്ടത്. 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. 8 കാര്യങ്ങളാണ് 33 വർഷം കൊണ്ട് ശഖീഖുൽ ബൽഖിയിൽ നിന്ന് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പഠിച്ചതെങ്കിൽ, അള്ളാഹു വിരിവെക്കുമെങ്കിൽ, പടച്ചതമ്പുരാന് തൗഫീഖ് തരുമെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്ക് ബാക്കി പറയാ. ഞാൻ പകുതി പറഞ്ഞു വെച്ചിട്ട് പോകുന്നതല്ല, ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തോ ബാക്കി വെച്ചിട്ട് പോകുന്നതല്ല. പിന്നെയോ പറയാൻ നമുക്ക് സമയമില്ല സഹോദരങ്ങളെ, പറയാൻ നമുക്ക് സമയമില്ല. എന്നാൽ മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു 33 വർഷക്കാലം കൊണ്ട് 8 മസ്അലകൾ പഠിച്ചെങ്കിൽ ശഖീഖുൽ ബൽഖി തങ്ങളോട് പറയുന്നു, ഞാൻ രണ്ടാമത് പഠിച്ചതെന്തെന്നറിയോ? നളറതു ഫീ ഖൗലില്ലാഹ്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഞാനൊന്ന് പരിശോധിക്കുമ്പോ അതിലൊരായത്ത് ഞാൻ കണ്ടു ഉസ്താദ്. ആ ആയത്ത് ഞാൻ കണ്ടപ്പോ ആ ആയത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു, ആയത്തെന്നെ വല്ലാതെ സ്വാധീനം ചെലുത്തി. ഏതാണ് ആയത്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു പറയുകയാണ്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه. ആരൊരാള് പടച്ചതമ്പുരാന്റെ കോടതിയിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ടോ? അള്ളാന്റെ കോടതിയിൽ നിൽക്കുന്നതിന് ആര് ഭയപ്പെടുന്നുണ്ടോ? സഹോദരങ്ങളെ, ദുനിയാവിന്റെ കോടതി പോലെയാണോ? അല്ല. സഹോദരങ്ങളെ, പടച്ചവന്റെ കോടതി കർണാടക ഹൈക്കോടതി പോലെയാണോ? അല്ല. ഇന്ത്യൻ സുപ്രീം കോർട്ട് പോലെയാണോ? അല്ല. സഹോദരങ്ങളെ, പടച്ചവന്റെ കോടതി എന്ന് പറഞ്ഞാൽ ആ കോടതിയിൽ വാദികളുണ്ട്, പ്രതികളുണ്ട്, സാക്ഷികളുണ്ട് സഹോദര. പക്ഷേ അവിടെ വക്കീലുമാരില്ല, അഡ്വക്കേറ്റുമാരില്ല. അള്ളാന്റെ കോടതിയുടെ പ്രത്യേകത അതാണ്. ഇവിടെ വാദികളുണ്ട്, പ്രതികളുണ്ട്, സാക്ഷികളുണ്ട്, വക്കീലുമാരുണ്ട്, ജഡ്ജിയുണ്ട്. പക്ഷെ അള്ളാന്റെ കോടതിയിലുള്ളത് പ്രത്യേകത എന്തെന്നറിയോ? അവിടെ വാദികളുണ്ട്, ശരിയാ. അവിടെ സാക്ഷികളുണ്ട്, ശരിയാ. അവിടെ പ്രതികളുണ്ട്, ശരിയാ. പക്ഷേ വക്കീലുമാരില്ല. കേസ് വക്കാലത്ത് പിടിക്കാൻ ആളുകൾ വരില്ല. മാത്രമല്ല, ഇവിടെ ജഡ്ജിമാരുണ്ട്, സ്പെഷ്യൽ ബെഞ്ച് ജഡ്ജിമാരുണ്ട്. പക്ഷേ അവിടെ അതൊന്നുമില്ല. അവിടെ ഏകാധിപതിയാണ്, അവിടെ സ്വേച്ഛാധിപതിയാണ്. അവിടെ ഏകനായ അള്ളാഹു മാത്രമാണ് ഭരണാധികാരി, അള്ളാഹു മാത്രമാണ് അവിടുത്തെ ജഡ്ജി. ആ ജഡ്ജിയാകുന്ന പടച്ചതമ്പുരാന്റെ മുന്നിൽ ഞാനും നിങ്ങൾ നിൽക്കണമല്ലോ. അവിടെ റഹ്മത്തിന്റെ മാലാകമാരും അദാബിന്റെ മാലാകമാരും ഉണ്ടല്ലോ. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാകട്ടെ, അദാബിന്റെ മാലാകമാരാകട്ടെ, അവര് 4 ഭാഗത്തിങ്ങനെ കടന്നു വന്നിട്ട് വരി വരിയായി, നിരനിരയായി, അണിയണിയായി നിൽക്കുമ്പോ, നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ, സഹോദരങ്ങളെ, എവിടെ നോക്കിയാലും നമുക്ക് രക്ഷയില്ലാത്ത ഒരു സന്ദർഭമാ. ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടാ, അടിയിൽ ചെമ്പുത്തറയാ. ചിന്തിച്ചു നോക്ക് മുസ്ലിമേ, ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ട പെങ്ങള്. ഏതോ ഒരുത്തനെ കണ്ണു കാണിച്ച പോലെ കൂടെ ഇറങ്ങിപ്പോയി. അള്ളാഹു നിനക്ക് തന്ന വിശുദ്ധമായ ഈമാനിന്റെയും ഇസ്തിഖാമത്തിന്റെയും യഖീനിന്റെയും സുന്ദരമായ ആ സമ്മാനത്തെ കൈവെള്ളയിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച പെണ്ണ് എന്നിട്ട് കണ്ണിക്കണ്ടവന്റെ കൂടെ
കൂടെ ഒളിച്ചോടിയ താൽക്കാലിക സുഖത്തിന് പോയ പെണ്ണ്, നിനക്ക് നാളെ പടച്ചവന്റെ കോടതിയിൽ പോകണ്ട മോളെ. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാരിന്ന് നിനക്ക് കാവലായിട്ടുണ്ട്. പക്ഷേ നാളെ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകളെ സഹായത്തിന് വരാത്ത, ആരുടെയും സഹായമില്ലാത്ത മഹ്ശറയുണ്ടല്ലോ. പ്രിയപ്പെട്ടവര് പോലും മാറിപ്പോകുന്ന, ഒഴിഞ്ഞു പോകുന്ന, സഹായിക്കാൻ വരാത്ത അള്ളാന്റെ ഭീകരമായ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ നീ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ല പറയുകയാണ്, ശരീരയിച്ചയോട് പോരാടാൻ ആരാ ഉള്ളത്? ആരാണ് ശരീരയിച്ചയെ കടിഞ്ഞാനിടുന്നത്? ആരാണ് ശരീരത്തിന്റെ ദുർമോഹങ്ങളെ പിടിച്ചു കെട്ടുന്നത്? ആരാണ് അതിനോട് സമരം ചെയ്യുന്നത്? ഏറ്റവും വലിയ ശക്തനാരെന്നറിയോ? മല്ലനായ മനുഷ്യനാരെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകളെ തല്ലിച്ചതയ്ക്കുന്നവനല്ല, ആളുകളെ തല്ലിച്ചതച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് 100 പേര് അടിച്ച് നിലത്തിടുന്നവനല്ല. പിന്നെ ആരാണ് ശക്തിമാനെന്നറിയോ? സ്വന്തം നഫ്സാനിയത്തിനോട് പോരാടുന്നവന്, സ്വന്തം ശരീരയിച്ചയെ കടിഞ്ഞാനിട്ടവന്, ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളുടെ മുമ്പിൽ മനസ്സില്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവന് ആരാണോ അവനാണ് അല്ലാഹു പറയുന്നു, അവനാണ് പടച്ചവന്റെ നൃത്തത്തെ, പടച്ചവന്റെ കോടതിയിലെ നൃത്തത്തെ ഭയപ്പെടുക. അവനാണ് ശരീരയിച്ചയെ കടിഞ്ഞാനിടുക. ഏതെല്ലാ ദുർമോഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, എന്തൊക്കെയോ പുതിയ പുതിയ ഫാഷൻ ഡിസൈനുകളിലുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കാതെ നമ്മെ പ്രേരിപ്പിക്കുമ്പോ, അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ റബ്ബാണ് എനിക്ക് വലുത്, എന്റെ റബ്ബാണ് എനിക്ക് വലുതെന്ന ചിന്തയോടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അള്ളാന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് നീ ഇവിടത്തെ ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളോട് പോരാടിയ അല്ല പറയുകയാണ്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാന്റെ സുന്ദരമായ തസ്ലീമിന്റെ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗം നിനക്ക് അഭയമായല്ല തരുന്നതാ. ആരും പിന്നെ നിന്നെ നരകത്തിൽ കൊണ്ടിടൂല. സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ലേ? നമുക്ക് കഴിയുന്ന കാര്യമാണ് അല്ലാഹു പറഞ്ഞത്. ശരീര ഇച്ഛയോട് പോരാടാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും വലിയ മിടുക്ക്, അതാണ് ഏറ്റവും വലിയ കഴിവ്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കോ നിങ്ങൾ? ഒരു വലിയ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറെടുക്കുമോ? വന്നത് വലിയ യുദ്ധത്തിൽ നിന്നാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഒരുപാട് പേര് രക്തസാക്ഷികളായ ആ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോ ഇനി നിങ്ങൾ വലിയ ഒരു യുദ്ധത്തിന് തയ്യാറാകണമെന്ന് പറയുമ്പോ, നബിയേ, ഇപ്പൊ കഴിഞ്ഞതിനേക്കാൾ വലിയ യുദ്ധമാണോ? ഈ കഴിഞ്ഞതിനേക്കാൾ വലിയ യുദ്ധമാണോ ഇനിയുള്ളത്? ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ, സഹബാ, ഇനി നിങ്ങളുടെ മുന്നിലുള്ള യുദ്ധമേതെന്നറിയോ? സ്വന്തം ശരീരയിച്ഛയോടുള്ള പോരാട്ടമാ, ശരീരയിച്ഛയോടുള്ള പോരാട്ടമാ, നിങ്ങളുടെ മനസ്സിന്റെ ദുരാഗ്രഹങ്ങളോടുള്ള പോരാട്ടമാ. ആ പോരാടാൻ നിങ്ങൾക്ക് കഴിയുമോ? ആട്ടമുള്ള റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉസ്താദേ, ഞാൻ പഠിച്ചതിൽ രണ്ടാമത്തേത് ശരീരയിച്ഛയോട് പോരാടണമെന്ന അറിവാ. ഞാൻ അതിന്റെ പരിശ്രമത്തിലാണ്.